ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളുടെ എല്ലാം റോസ് ചെടികളും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയിലെ വിഷയം ഞാൻ മുൻപ് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളതാണ്. പുതുതായി വന്നവർക്കും ആ വീഡിയോ കാണാത്തവർക്കുമായി ഒരിക്കൽ കൂടി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഒരുപാട് പേർ എന്നോട് വന്നിട്ട് സംശയമായിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ പലതും ചോദിക്കുന്നുണ്ട്. ആദ്യം ചർച്ച ചെയ്യുന്ന വിഷയം നമ്മൾ റോസ് ചെടിയുടെ പോട്ടി മിക്സിൽ ചേർക്കുന്ന മണൽ മിശ്രിതത്തെ പറ്റിയാണ്. നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് മണ്ണും മണലും തുല്യമായ അളവിൽ ചേർക്കണം, എന്നാൽ മാത്രമാണ് റോസ് ചെടിയുടെ വേരുകൾ പെട്ടെന്ന് ഓടുന്നതെന്നും ചെടികൾ പെട്ടെന്ന് വളരുന്നതെന്നും പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നത് മണൽ കിട്ടാനില്ല, ഈ മണലിന് പകരം എന്താണ് ഉപയോഗിക്കുക, അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് പലരും. അപ്പോൾ എനിക്കതിന് പറയാനുള്ളത്, ഞാൻ ഉപയോഗിക്കുന്നത് മണലല്ല. എനിക്കും മണൽ സുലഭമായി കിട്ടുന്ന ഒരു സ്ഥലത്തല്ല ഞാനുള്ളത്. ഞാൻ മണലിന് പകരം ഉപയോഗിക്കുന്നത് നമ്മുടെ വീട് പണിക്കും മറ്റും കൊണ്ടിട്ടിരിക്കുന്ന എംസാൻഡ് ഉണ്ടല്ലോ, ആ എംസാൻഡ് മഴയും വെയിലും ഒക്കെ ഏറ്റ് കിടന്ന് പഴകിയ എംസാൻഡാണ് ഞാൻ മണലിന് പകരം ഉപയോഗിക്കുന്നത്. ശരിക്കും എനിക്ക് വീട്ടിലേക്ക് ആവശ്യമില്ലാഞ്ഞിട്ട് പോലും എംസാൻഡ് ഇറക്കി വെളിയിലിട്ടിരിക്കുകയാണ്. മഴയും വെയിലും ഏറ്റ് കിടന്ന് പഴകുമ്പോൾ മാത്രമാണ് ഞാനതെടുത്ത് മണലിന് പകരമായി മണ്ണിൽ ചേർത്ത് എൻ്റെ റോസ് ചെടികളെല്ലാം നടാറുള്ളത്. അപ്പോൾ ഏറ്റവും നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് മണലിന് പകരമുള്ളത് എംസാൻഡ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും പുതിയ എംസാൻഡ് എടുത്ത് നിങ്ങൾ ചെടി നടാനായിട്ട് ഉപയോഗിക്കരുത്. അത് പഴകിയത് തന്നെ മാത്രം ഉപയോഗിക്കുക. വെയിലും മഴയും ഏറ്റ് കിടക്കുന്ന സ്ഥലത്തിട്ട് അതിനെ പഴക്കുക, എന്നിട്ട് മാത്രം ഉപയോഗിക്കുക. അതാണ് മണലിന് പകരമുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്. ഇനി അടുത്ത ഒരു വിഷയം സംസാരിക്കാനുള്ളത്, എക്സോഡസിന് പകരം എന്താണ് ഉപയോഗിക്കുക? എക്സോഡസ് വാങ്ങാൻ കിട്ടുന്നില്ല, നമ്മുടെ വളക്കടകളിലും മറ്റുമൊന്നും കിട്ടുന്നില്ല, ഓൺലൈൻ വഴി മാത്രമാണ് കിട്ടുന്നത്. അത് പിന്നെ ഒരുപാട് പൈസയാകുന്നുണ്ട്, CC ചാർജ് ഉൾപ്പെടെ കുറച്ചധികം പൈസയാകുന്നുണ്ട്, നമുക്കത് അഫോർഡബിൾ അല്ല. പകരം ഒരു പെസ്റ്റിസൈഡ് പറഞ്ഞു തരുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിന് പറയാനുള്ളത്, എക്സോഡസിന് പകരം എനിക്ക് എൻ്റെ അനുഭവത്തിൽ വേറെ ഒരു പെസ്റ്റിസൈഡ് എൻ്റെ അനുഭവത്തിലില്ല. വേറെ ആരും പറഞ്ഞും ഞാനത് കേട്ടിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇപ്പോൾ എക്സോഡസ് ഇല്ലാത്തവർ ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ പെസ്റ്റിസൈഡ്, ഏതാണോ ഇൻസെക്ടിസൈഡ്, അത് നിങ്ങൾ ഉപയോഗിക്കുക. ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതിലും നല്ലത് കയ്യിലുള്ളത് ഉപയോഗിക്കുക. എന്തായിരുന്നാലും അതിൻ്റേതായ ഗുണങ്ങളുണ്ടാവും, അത് നമ്മുടെ ചെടിക്ക് കിട്ടിക്കോട്ടെ. ഇതല്ലാതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് എനിക്ക് പറയാനില്ല. ഇനി വരുന്ന ഒരു സംശയം, നമ്മൾ ഓൺലൈൻ ഒരു റോസ് ചെടി വാങ്ങി അത് കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടത്? അതിലുള്ള മണ്ണ് കഴുകിക്കളയണോ, അത് സാഫ് കലക്കിയ വെള്ളത്തിൽ മുക്കി വയ്ക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നതായി പലരിൽ നിന്നും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന റോസ് ചെടിയിൽ നിന്നും ഞാൻ അയക്കുന്നതാണെങ്കിൽ അത് വേരൊന്നും പൊട്ടാത്ത രീതിയിൽ അത്യാവശ്യം മണ്ണ് അതിൽ നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ചെടികൾ അയക്കാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങളുടെ കയ്യിലത് വൈകിട്ടാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ പോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, നിങ്ങൾ കുറച്ച് തിരക്കിലാണ് എങ്കിൽ, അല്ലെങ്കിൽ അത് നേരം വൈകിപ്പോയി എന്നുണ്ടെങ്കിൽ, നിങ്ങളത് ഏതെങ്കിലും ഒരു പോട്ടിലേക്ക് ചാരി വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് തീർച്ചയായിട്ടും അത് ഫ്രഷായി വരികയും ചെയ്യും. പിറ്റേന്ന് നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത്, പിറ്റേന്ന് അതെടുത്ത് പോട്ട് ചെയ്താൽ മതി. പോട്ട് ചെയ്തതിന് ശേഷം 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ എന്ന കണക്കിൽ സാഫ് കലക്കി ഈ ചെടിയുടെ മുകളിൽ ഒഴിക്കുക. ശേഷം ചട്ടിയിലെ മണ്ണ് മുഴുവൻ നനയുന്നത് വരെയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഡ്രെയിനേജ് ഹോളിലൂടെ വെള്ളം പുറത്തേക്ക് പോയി എന്ന് ഉറപ്പാക്കുക. അപ്പോൾ മാത്രമാണ് ഈ ചെടികളിൽ സാഫ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെടിയിൽ നിലനിർത്തിയിരിക്കുന്ന മണ്ണ് ഒരു കാരണവശാലും നിങ്ങൾ കഴുകിക്കളയരുത്. ആ വേര് ഓടിയിരിക്കുന്ന മണ്ണ് ചെടിയിൽ നിന്നും വേർപെടുത്തിയാൽ പിന്നെ ചെടിക്ക് ജീവനില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ചിലർ കഴുകിയെടുത്തും മറ്റും ചെടി നടുന്നതായി കേട്ടിട്ടുണ്ട്, ചിലത് പിടിച്ച് കിട്ടുന്നതായി കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ അത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ചിലപ്പോൾ പിടിച്ച് കിട്ടാം, ചിലപ്പോൾ കിട്ടാതെയും ആകാം.
നമ്മൾ അയക്കുന്ന ചെടികൾക്ക് അറിയില്ല അവർ നിന്നിരുന്ന ചട്ടിയിൽ നിന്നോ കവറിൽ നിന്നോ ഒക്കെ വേർപെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകാത്ത വിധമാണ് ചെടികളെ നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നത്. അപ്പോൾ അതറിയിക്കാതെ തന്നെ അവരെ മറ്റൊരു പോട്ടിലേക്ക് വെച്ചാൽ തീർച്ചയായിട്ടും അവർ വേര് വളരാൻ മാത്രമേ ശ്രമിക്കൂ. ഇനി നമുക്ക് എക്സോഡസ് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് നോക്കാം. കുറേയധികം യൂട്യൂബ് വീഡിയോസും മറ്റും റിസർച്ച് ചെയ്തതിൽ നിന്നും എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ എങ്ങനെയാണ് എക്സോഡസ് ഫലപ്രദമായി ഉപയോഗിക്കുന്നതെന്ന്. അതായത് എക്സോഡസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1.5 തൊട്ട് 2 മില്ലി വരെ എക്സോഡസ് ചേർത്താൽ മതി. ഈ എക്സോഡസ് നേരിട്ട് വെള്ളത്തിലേക്ക് ചേർക്കാതെ ആദ്യമേ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒരു ചെറിയ ബൗളിലേക്ക് ഈ 2 മില്ലി എക്സോഡസ് പകർത്തുക. അതിലേക്ക് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡോ ഹാൻഡ് വാഷോ ഏതെങ്കിലും ഒരു ലിക്വിഡ് സോപ്പ് ഒരു ചെറിയ സ്പൂൺ ഈ എക്സോഡസിലേക്ക് പകർത്തി രണ്ടും കൂടി മിക്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ എക്സോഡസ് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ലിക്വിഡാണ്. അപ്പോൾ അത് നേരെ വെള്ളത്തിലോട്ട് ഒഴിച്ചാൽ അത് മിക്സ് ആവാതെയോ അടിയിൽ പിടിച്ചോ ഒക്കെ കിടക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ആദ്യമേ അതിനെ മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് സോപ്പിൻ്റെ അംശം വരുന്നതിനാൽ കുറച്ച് പതയുണ്ടാകും. എന്നാൽ ഇത് അങ്ങനെ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. എന്നിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1 ലിറ്ററിൽ 1/2 ലിറ്റർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം ഉപയോഗിക്കുക. ശേഷമുള്ള 1/2 ലിറ്റർ സാധാരണ നമ്മുടെ നോർമൽ വാട്ടറും ഉപയോഗിക്കുക. ഈ 2 വെള്ളവും കൂടി മിക്സ് ചെയ്ത വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ ലിക്വിഡ് സോപ്പും എക്സോഡസും കൂടി മിക്സ് ചെയ്ത മിശ്രിതം ചേർക്കേണ്ടത്. എന്നിട്ട് നന്നായി ഷേക്ക് ചെയ്ത് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ തണുത്ത വെള്ളവും നോർമൽ വാട്ടറും പകുതിയാണ് എടുക്കേണ്ടത്. അതിലേക്കാണ് ഈ ലിക്വിഡ് സോപ്പും എക്സോഡസും മിക്സ് ചെയ്ത മിശ്രിതം ചേർത്ത് നന്നായി ഷേക്ക് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് വേണം ഇത് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇതിലെ തണുപ്പ് ആ ചെടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടാകും. ഈ തണുപ്പ് അത് റോസ് ചെടികൾക്ക് തണുപ്പ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ചെടികൾക്കും ഒരു ഉണർച്ചയും ഉന്മേഷവും ഉണ്ടാകും. എന്നാൽ നമ്മുടെ റോസ് ചെടികളിൽ ഇരിക്കുന്ന കീടങ്ങൾക്ക് അതൊരു സുഖകരമായ അവസ്ഥ അല്ലാതെ ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് എക്സോഡസ് ഫലപ്രദമായി ഞാൻ ഉപയോഗിക്കുന്നത്. ഈ റോസ് ചെടികളുടെ വിഷയങ്ങളിൽ നമ്മളെക്കാൾ അറിവും ഐഡിയാസുമുള്ള ഒരുപാട് പേരുടെ വീഡിയോകൾ റിസർച്ച് ചെയ്തതിൽ നിന്നുമാണ് എനിക്ക് ഈ ഐഡിയാസൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങളും എക്സോഡസ് ഉപയോഗിക്കുമ്പോൾ നേരിട്ട് വെള്ളത്തിലേക്ക് കലർത്താതെ ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ച് ലിക്വിഡ് സോപ്പും എക്സോഡസും കൂടി ഡൈല്യൂട്ടാക്കി ശേഷം തണുത്തതും നോർമലുമായ വെള്ളത്തിൽ കലർത്തി എക്സോഡസ് നിങ്ങളുടെ റോസ് ചെടികൾക്കെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കൂ. ആ ചെറിയ തണുപ്പിൽ അവരും സന്തോഷമായിരിക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ എല്ലാവർക്കും പ്രയോജനപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പറയാനുള്ളത് കൊറിയർ അയക്കുന്നതിനെ ചൊല്ലിയാണ്. എൻ്റെ അടുത്ത് പ്ലാന്റ്സിന് ഓർഡർ ചെയ്ത് കൊറിയർ വെയിറ്റ് ചെയ്യുന്നവരോടാണ്. നമ്മൾ ഓണത്തിൻ്റെ അവധിക്ക് ശേഷം കൊറിയർ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സമാധാനത്തോടെ ക്ഷമയോടെ സഹകരിച്ച് കാത്തിരിക്കുക. എല്ലാവരുടെയും പ്ലാന്റ്സ് അതാത് സമയത്ത്, അതായത് ഒരാഴ്ചയിൽ തിങ്കൾ ചൊവ്വ ബുധൻ മാത്രമാണ് നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ 3 ദിവസത്തിനുള്ളിൽ എല്ലാ പേരുടെയും ചെയ്യാൻ കഴിയില്ല. എന്നാലും മാക്സിമം 2 ആഴ്ച എടുത്ത് എല്ലാ കൊറിയറുകളും അയച്ചു തീർക്കണമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും സമാധാനമായി കാത്തിരിക്കൂ. ഇടയ്ക്കിടെ മെസ്സേജ് അയച്ചോ എന്ന് ചോദിക്കേണ്ട. അയക്കുന്നതിൻ്റെ അന്ന് രാവിലെ നിങ്ങൾക്ക് എല്ലാ പേർക്കും ഞാൻ മെസ്സേജ് ഇടുന്നതാണ്. ഇന്ന് കൊറിയർ അയക്കുന്നുണ്ട്, നാളെ അത് കൈപ്പറ്റണം, അല്ലെങ്കിൽ 3-ാമത്തെ ദിവസം കൈപ്പറ്റണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാ പേർക്കും നമ്മൾ അറിയിപ്പ് കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും റോസ് ചെടികളെ പരിപാലിച്ചും ശുശ്രൂഷിച്ചും അവർക്ക് സ്നേഹം കൊടുത്തുമിരിക്കൂ. സ്നേഹപൂർവ്വം നിങ്ങളുടെ ഹാദിയ.
find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And I